السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹിച്ചാൽ ഈ റമദാന് കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നതാണ്. നമ്മൾക്ക് റമദാൻ ഇപ്പൊ തുടങ്ങി എന്ന് നമ്മൾ ധരിക്കുന്നിടത്ത് നിന്ന് റമദാൻ നമ്മളോട് യാത്ര പറയാനായി. അവസാന പത്തിലാണ് ഏകദേശം 24ഓളം നോമ്പുകളോട് നമ്മളെ യാത്ര പറയാൻ, ഈ പുണ്യങ്ങളുടെ വസന്തോത്സവം വിട പറയാൻ ഇനി പരിമിതമായ ദിവസം എന്ന് പറയാനില്ല, മണിക്കൂറുകളാണ് നമ്മളുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് കിട്ടാവുന്ന 5 ദിവസമാണെങ്കിൽ 5 ദിവസം ഓരോ മണിക്കൂറുകൾ എന്ന പോലെ ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം മാതാപിതാക്കളാണ്. നമുക്കറിയാം, അള്ളാഹു റസൂലും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കടമയുള്ളത് നമ്മളുടെ മാതാപിതാക്കളോടാണ്. ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്തൊരു കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ചോദ്യം വരികയാണ്. മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത്, കടപ്പാടുള്ളത് ആരോടാ റസൂലേ? അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ്. ചോദ്യകർത്താവിന്റെ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാ റസൂലേ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ മാതാവിനോട്. വീണ്ടും ആവർത്തിച്ചു, പിന്നെ ആരോടാണ്? അപ്പോഴും പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ മാതാവിനോട്. 4മതും ചോദ്യകർത്താവ് ആവർത്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ പിതാവിനോട് തന്നെ. നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കി വെച്ചത് ആദ്യത്തെ 3 സ്ഥാനം ഉമ്മാക്കും 4മത്തെ സ്ഥാനം വാപ്പാക്കും എന്നാണ് പലപ്പോഴും ആളുകളൊക്കെ ഈ വിഷയത്തിൽ ധരിച്ചു വെക്കാറുള്ളത്.
പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഉലമാക്കൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്ത് 1, 2, 3 എന്ന് പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞത് ഉമ്മാക്ക് ആദ്യത്തെ 3 സ്ഥാനം എന്നുള്ളത് കൊണ്ടല്ല എന്നും, നേരെ മറിച്ച് ഉമ്മ ചെയ്യുന്ന ത്യാഗങ്ങൾ മക്കൾ ഒരിക്കലും ജീവിതത്തിൽ കാണുന്നില്ല. അവരെ ഗർഭം ചുമന്നതോ അവരെ പ്രസവിച്ചതോ അവരെ പാലൂട്ടി വളർത്തിയതൊന്നും മക്കൾ കാണുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1, 2, 3 സ്ഥാനങ്ങൾ ഉമ്മ എന്ന് പറയാനുള്ള കാരണം. എന്നാൽ ബാപ്പ ചെയ്യുന്ന ത്യാഗങ്ങൾ ഒരുപക്ഷെ മക്കൾ അവരുടെ മുതിർന്ന കാലഘട്ടങ്ങളിൽ അവർ കാണുന്നവരുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു റസൂലും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ലോകത്ത് നമുക്ക് നമ്മളുടെ മാതാപിതാക്കളോടാണ്. അത് പലപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അതിന്റെ വൈകാരികത ഒരുപക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അവർ നമ്മളിൽ നിന്ന് വിട പറയുമ്പോഴാണ്, അവർ നമ്മളിൽ നിന്ന് അറ്റുപോകുമ്പോഴാണ് അതിന്റെ വില എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഈ വലിയ സ്ഥാനങ്ങൾ ഇവർക്ക് നൽകാനുള്ള കാരണം പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊന്ന് ക്രോഡീകരിച്ച് നമുക്കൊന്ന് പഠിക്കാം. എന്തുകൊണ്ടാണ് ലോകത്തേറ്റവും വലിയ കടമകൾ ഇവരോടെന്ന് പറയാനുള്ള കാരണം? അതിനൊന്നാമത്തെ പോയിന്റ് ഖുർആൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നുകൊണ്ടാ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നതെന്നാണ്. കഠിനമായ പ്രയാസം അനുഭവിച്ചിട്ട് അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് വഹനൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം ചുമന്നുകൊണ്ടാണ്. അതായത് നമുക്കറിയാം, ഉമ്മ തളർന്നില്ലാതായിട്ടുണ്ട്, ഉമ്മ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഉമ്മ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും ഉമ്മ ഉമ്മ തന്നെയാണ് എന്നേ നമ്മൾ പറയുള്ളൂ. നേരെ മറിച്ച് ആ ഉമ്മ എന്താണെന്ന് ഒരുപക്ഷെ എന്റെ വാക്കുകളെ കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല, ബാപ്പ എന്താണെന്ന് വാക്കുകളെ കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കത് മനസ്സിലാകണമെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ അവരൊരു ഗർഭം ചുമക്കുന്ന ഒരു സമയം വന്നാൽ അന്ന് അവരറിയും ആരാണ് ഉമ്മ എന്ന്. അവർക്ക് ജീവിതത്തിൽ ഒരു പുരുഷൻ അവന്റെ ഭാര്യ ഗർഭം ചുമക്കുമ്പോ, ഭാര്യ പ്രസവിക്കുമ്പോ അന്നേ ആ പുരുഷൻ അറിയുന്നുള്ളൂ ആരാണ് ഉമ്മ എന്നുള്ളത്. കാരണം അതുവരെ ഒന്നും നമ്മൾ അനുഭവിക്കാതെ എല്ലാം അങ്ങനെ നേടിയെടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതുവരെ ജീവിതത്തിൽ ഉമ്മ എന്നുള്ള വികാരങ്ങളെ നമ്മൾ അവരറിയിച്ചിട്ടില്ല. പലപ്പോഴും വിശക്കുമ്പോ ഭക്ഷണം കൂട്ടാനും, ആവശ്യമുള്ളപ്പോൾ വാത്സല്യിക്കാനും കൊഞ്ചിക്കാനും കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ ഒരു നിഴലായി അവരിങ്ങനെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അവിടെ അറിയണില്ല. നമ്മളെ മലയാളത്തിൽ പലപ്പോഴും പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. പ്രിയമുള്ളവരെ, ഗർഭാവസ്ഥയിലാണ് ഒരു ഉമ്മാനെ തിരിച്ചറിയാൻ തുടങ്ങുന്നത് എങ്കിൽ അവിടെ ഖുർആൻ പറഞ്ഞ വാക്കാണ് വഹനൻ അലാ വഹൻ. പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്നുകൊണ്ടാണ്, ദൗർബല്യത്തിന് മേലെ ദൗർബല്യങ്ങളെ സഹിച്ചുകൊണ്ടാണ് ഒരു മാതാവ് നിങ്ങളെ ഗർഭം ചുമക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പറയും ഒരു പ്രഗ്നൻസിയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ഉമ്മ വല്ലാതെ വൊമിറ്റ് ചെയ്യും, ഗർഭിണികളായ സ്ത്രീകളെ വല്ലാതെ ഛർദിക്കും. നിങ്ങൾക്കറിയോ, ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് പുതിയ എംബ്രിയോ ഊർജം വലിച്ചെടുക്കാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ആ വൊമിറ്റിംഗ്. സാധാരണ ഛർദിക്കുന്ന പോലെയല്ല, അവർ വല്ലാതെ തളർന്ന് വീഴുന്ന രൂപത്തിൽ അവർ ഛർദിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? വരാനിരിക്കുന്ന ഒരു കുഞ്ഞ് ഊർജം ഏറ്റെടുക്കാൻ തുടങ്ങിയതാണ്. പിന്നീട് അതൊരു പൊക്കിൽ കൊടിയായി രൂപാന്തരപ്പെട്ട് ഇന്നും ഞാനൊരു സംഭവമാണ്, എന്നെ ഉപദേശിക്കാൻ അവരാരി എന്ന് ചിന്തിക്കുന്നവരോട് വയറിന്റെ മേലെ തടവി നോക്കിയാൽ മതി. ഏത് അതിനൂതനമായ ശാസ്ത്രജ്ഞർക്കും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത ഒരടയാളം അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഉമ്മാന്റെ പൊക്കിൽ കൊടിയുടെ ചിഹ്നമാണ്. അതുവഴിയാണ് ഊർജം നമ്മൾ വലിച്ചെടുത്തത്. ആ ഗർഭകാലഘട്ടങ്ങളിൽ ഒരു 18 ആഴ്ചകളാകുമ്പോൾ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുഞ്ഞിന്റെ ഇളക്കം ഉമ്മാക്ക് സുഖമുണ്ടാക്കുന്നു നമ്മൾ ആരും കരുതണ്ട. ആ കുഞ്ഞ് ഒരു 7 മാസമൊക്കെ പ്രായാവുന്ന സമയങ്ങളിൽ ഇളകുമ്പോ ഉമ്മാക്ക് നല്ല പെയിൻ ഉണ്ട്, വേദന ഉണ്ട്. പക്ഷെ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ആ കുഞ്ഞ് ഇളകാതിരിക്കുമ്പോഴാണ് ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നത്. പലപ്പോഴും ഡോക്ടറുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടും, കുഞ്ഞളകണില്ല എന്ന് കൺഫ്യൂഷൻ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആലോചിച്ചോ, അത്രമേൽ അവരാ ഗർഭകാലഘട്ടങ്ങളിൽ അവർ വേദനിക്കുന്നുണ്ട്. മാത്രമല്ല, ഏതൊരാൾക്കും കിടന്നുറങ്ങാൻ ഒരു ശീലം ഉണ്ടായിരിക്കും.
നമ്മളിൽ മെജോറിറ്റി ആളുകൾ കിടന്നുറങ്ങുക കമിഴ്ന്നിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. കമിഴ്ന്നിട്ട് കിടന്നുറങ്ങും. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ച് മലർന്ന് കിടന്നാലും ചെരിഞ്ഞ് കിടന്നാലും ഉണരുമ്പോൾ വീണ്ടും കമിഴ്ന്നിട്ടുണ്ടാവും. കാരണം ശീലങ്ങളായിരിക്കും, ഒരിടത്ത് കംഫർട്ട് സോണുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സ്ത്രീ ഗർഭവതിയായി കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രൂപത്തിലല്ലാതെ അവർക്ക് കിടക്കാൻ കഴിയുന്നില്ല. അവരുടെ ഉറക്കങ്ങളെ, അവരുടെ സ്വസ്ഥതകളെ, അവരുടെ ശരീരത്തിന് നീര് വരുന്നുണ്ട്, അവർക്ക് നല്ല ബാക്ക് പെയിനുകൾ വരുന്നുണ്ട്, അവരാ കുഞ്ഞുമായി അനുഭവിക്കുന്ന വേദനകളെ, ശരീരത്തിൽ വരുന്ന ഘടനമാറ്റങ്ങള്, അതൊക്കെ വലിയ പ്രയാസങ്ങൾ തന്നെയാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനകളാണ്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഒരു 9 മാസക്കാലം വയറിന്റെ മേലെ കല്ല് വെച്ച് കിട്ടിയിട്ട് കുന്നംകുളത്തിന്റെ തൊഴിയൂരിന്റെ വടക്കേ കാടിന്റെ മണ്ണിലൂടെ നടക്കാൻ പറഞ്ഞ നമ്മൾ നടക്കോ? കയ്യിലുള്ള കേവലം 10-200 ഗ്രാം വെയിറ്റ് വരണ മൊബൈൽ ഫോൺ തന്നെ വീട്ടിലെത്തി ടാബിളിലേക്കൊന്ന് മാറ്റിവിട്ടാൽ ഒന്നൊരു സമാധാനം കാണുന്നവരാ നമ്മളൊക്കെ. ഒരു കുഞ്ഞിനെ വയറിൽ വെച്ച് ഉമ്മ കൊണ്ട് നടന്ന് നിങ്ങളൊക്കെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ മുഴുവൻ സന്ദർഭങ്ങളിൽ ആ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ നിങ്ങളൊക്കെ അത്രമേൽ. മാത്രമല്ല, ആ ഗർഭകാലഘട്ടങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരെന്നറിയണം? ആരാ? ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കോ, ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മളുടെ ഉമ്മയും വാപ്പയായിരിക്കും, അല്ലാതെ വേറെ ആരുമല്ല. ബാക്കി ആരും നമ്മളെ ഇഷ്ടപ്പെട്ടത് നമ്മളെ കണ്ടിട്ടായിരിക്കാം, നമ്മളുടെ സൗന്ദര്യത്തിലായിരിക്കാം, സ്വഭാവത്തിലായിരിക്കാം, ശബ്ദത്തിലായിരിക്കാം, ഇടപെടലുകളിലായിരിക്കാം. പല ഉപാധികളാണ് പലരും നമ്മളെ സ്നേഹിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മളെ കാണാതെ, നമ്മളുടെ ശബ്ദം കേൾക്കാതെ, നമ്മളുടെ രൂപം അറിയാതെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരെന്നറിയോ? നമ്മളുടെ ഉമ്മയും ബാപ്പയാണ്. ഒരുപക്ഷെ നമ്മൾ ഏത് കോലത്തിൽ വന്നാലും അവർക്ക് നമ്മളെ ഇഷ്ടമായിരുന്നു. അതുപോലെ വേറെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ നോക്കി, അതുകൊണ്ട് കാണാതെ അറിയാതെ ഇഷ്ടപ്പെട്ടവർ, ആ ഗർഭകാലത്തിലെ ത്യാഗങ്ങൾ അനുഭവിച്ചവർ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൽ ഏറ്റവും വലിയ പരിഗണന കൊടുത്തത് പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നുകൊണ്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നതെന്നാണ്. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാ നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ചത് എന്നാണ് ഖുർആ. ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, കഠിനമായ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് ജന്മം തന്നത് എന്നാണ്. അതൊന്നും എവിടെയും നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും കഴിയില്ല. ഇപ്പോ എനിക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു ഒരു ഇരട്ട കുട്ടികളെ ഇപ്പോ തന്നത്. ഇപ്പോ 5 മാസം പ്രായമായി. അതിലൊരുത്തന് ഇപ്പൊ കുന്നകുളം വരെ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായി, പിന്നെ വൈഫിന്റെ കൂടെ അങ്ങനെ പോയി. ഞാൻ പറഞ്ഞത് അറിയാം, ഈ ഇരട്ട കുട്ടികളെ ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാലേ നിസ്സാര വെയിറ്റ് ഒന്നല്ല. ചിലപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ വയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ ഒരു കാലെടുത്ത് വെക്കണം, കാലൊക്കെ നീര് വന്നിട്ട്. അതൊരു കുഞ്ഞാണെങ്കിൽ പോലും നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ ഒരു മനുഷ്യൻ, മുതിർന്നൊരു മനുഷ്യൻ തന്റെ ഉമ്മാനെ തോളത്തിരുത്തിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ. 7 തവാഫുകളും പൂർത്തീകരിച്ചു. ആ മകന്റെ തോളത്തുമ്മയാണ്. 7 തവാഫുകളും പൂർത്തീകരിച്ച് ഉമ്മാനെ ഇറക്കി വെച്ചിട്ട് അങ്ങനൊക്കെ മഖാമി ഇബ്രാഹിമിന്റെ ഭാഗങ്ങളിലൂടെ ഉമ്മാനെ ഇറക്കി വെച്ച് ഉമ്മാന്റെ കാലിങ്ങനെ തിരുമ്മിക്കൊടുത്തുകൊണ്ട് മകൻ ചോദിക്കുന്നുണ്ട്, ഉമ്മാ, എന്നെ ഗർഭം ചുമന്നതിന് ഇത് പകരമായില്ലേ ഉമ്മ? ഇത് കേട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് തിരിച്ചു പ്രതികരിക്കുന്നുണ്ട്, വലാ ഖൽഖതൻ വാഹിദാ, ഒരൊറ്റ നിമിഷത്തിന് പോലും അത് പകരമായിട്ടില്ല. ഒരൊറ്റ നിമിഷത്തിന് പോലും അത് പകരമായിട്ടില്ല എന്നാണ്. എങ്ങനെ? ഗർഭം ചുമന്ന കാലഘട്ടത്തിലെ ഉമ്മ അനുഭവിച്ച വേദനകളിലെ ഒരു നിമിഷത്തിന് പോലും അത് പകരമായിട്ടില്ല. ആ ഗർഭത്തിന്റെ പൂർണ്ണാവസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ടി ജന്മം നൽകുമ്പോ നമ്മളൊക്കെ സാധാരണ ഇന്നത്തെ പുതിയ തലമുറക്കൊക്കെ പറയും 3 മാസം റെസ്റ്റ് ആണ്. ഇവിടെ കൂടുതലും മുതിർന്ന ആളുകളുള്ളതുകൊണ്ട് ഞാൻ പറയാം, നമ്മളുടെ ഉമ്മാർക്കൊന്നും റെസ്റ്റ് കിട്ടിയിട്ടില്ല.
ഇല്ല ഇല്ല. ഞങ്ങളൊക്കെ മക്കള് പേരക്കുട്ടികൾ, എൻ്റെ വല്യമ്മക്ക് 29 പേരക്കുട്ടികളാണ്. ഇപ്പൊ ഞങ്ങളുടെ മക്കൾ ഉൾപ്പെടെ. അപ്പോ എല്ലാരും കൂടി ഇരിക്കുമ്പോൾ വല്യമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കളിയാക്കാൻ വേണ്ടി മക്കൾ ചോദിക്കും. അൽഹംദുലില്ലാ വല്യമ്മക്ക് ഓർമ്മ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും വീടിന്റെ അടുക്കള മെയിൻറ്റെയിൻ ചെയ്യുന്നത് വല്യമ്മ തന്നെയാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, വല്യമ്മ ഇങ്ങനെ പറയും, അൻ്റുപ്പാനെ പ്രസവിച്ചത് കൊയ്യാൻ പോയ സമയത്ത് പാടത്തെ ചുരുട്ട് അടക്കി വെച്ചിട്ടായിരുന്നു എന്നിങ്ങനെ പറയും. ഞാൻ പറഞ്ഞ വെച്ചാല് എന്ത് റെസ്റ്റാണ് ഉണ്ടായിരുന്നത്, എന്താ റെസ്റ്റ് ഉണ്ടായിരുന്നത്. മുതിർന്ന ആളുകളൊക്കെ ഇവരിങ്ങനെ ഉപദേശിച്ചു കൊടുക്കും. ഈ അമ്മായിമാരൊന്നും അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇടക്ക് കരയുമ്പോൾ പാല് കൊടുക്കാൻ സമ്മതിക്കൂല. കാരണം ജോലിക്ക് പോകുന്ന സമയം ഒഴിവാക്കിയിട്ട് പാല് കൊടുത്ത് ശീലിപ്പിക്കണം എന്നുള്ളൊരു ധാരണ ഒക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ പാടത്തെ പണിയും ഇന്നല്ലേ നമുക്ക് ഗൾഫും പ്രതാപങ്ങളും ഈ ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ രാവും മുതലേ അന്ത്യോളം പണിയെടുത്ത് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി തന്ന് അതിനിടയിൽ ഗർഭവതിയായി ഒരു ആദ്യത്തിലും റെസ്റ്റ് ഇല്ല. ഇന്ന് നമ്മള് തുടക്കത്തിലെ റെസ്റ്റാന്ന് പറയും, എന്നാലും അനുഭവിക്കണ നിസ്സാര റെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയണ റെസ്റ്റേ ഉള്ളൂ. അവരനുഭവിക്കണ വേദന അവർക്ക് തന്നെ അറിയുള്ളൂ. 7ാം മാസത്തിൽ എല്ലാവിധ പ്രൗഢിയും കൊണ്ട് പ്രസവത്തിന് കൊണ്ടുവന്ന് പറയും, ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നാൻ കൊടുക്കും. ഞാൻ പറഞ്ഞത് അതിനേക്കാൾ കഷ്ടം അനുഭവിച്ച ഇവിടെയുള്ള മുതിർന്നവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടാണ്. എന്ത് സമാധാനങ്ങൾ ഉണ്ടായേ. എന്നിട്ട് അല്ല പറയാൻ, അവർ നിങ്ങൾക്ക് വേണ്ടി ജന്മം നൽകുമ്പോ പ്രസവത്തിന്റെ വേദനല്ലേ, പ്രസവത്തിന്റെ വേദന 14.5% പെയിൻ അറിയുന്ന രംഗം. അതിനൊരു പൊടി കൂടെ കയറിയ അബോധത്തിലേക്ക് പോകുന്നതാണ്. അത്രമേൽ ശരീരത്തിന്റെ ഒരു എല്ല് പൊട്ടുമ്പോൾ എന്തൊരു വേദന അല്ലേ, എന്തൊരു വേദനയാ. 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ്, ഒരേ സമയം പൊട്ടുന്ന വേദനയാണ് അള്ളാഹു ചാല തരണത് എന്നാണ്. ആലോചിച്ച് നോക്കി. ഇന്നത്തെ പുതിയ തലമുറ മക്കളൊക്കെ പറയും സിസേറിയൻ അല്ലേ, സിസേറിയൻ അല്ലേ, ഉമ്മൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ. ഖുർആനിലെ 39 അധ്യായത്തിൽ 6ാമത്തെ ആയത്തുണ്ട്, ഫീ ദുലുമാതിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിലാണ് അള്ളാഹു നിനക്ക് സുരക്ഷിതമായ കവചമൊരുക്കിയത്. ആ 3 ഇരുട്ടറ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ 3 ലെയറുകളാണ്. ആ 3 ലെയറും കീറിയിട്ട് വേണം നിന്നെ പുറച്ചെടുക്കാൻ. അറിയോ, വയറിന്റെ അടിവയറിലെ പുറമെയുള്ള സ്കിന്നും വയറും കീറിയിട്ട് അതിന് പുറമെ 3 ഗർഭപാത്രത്തിന്റെ അറകൾ കീറി. അത് കീറിക്കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, നമ്മുടെ യൂറിനൽ ബ്ലാഡറിനെ ക്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് സമയം പെട്ടെന്ന് തീരെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തികളും അവിടെ നിന്ന് അങ്ങോട്ട് 6 മാസം അതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കുന്നതും ഈ 3 അറകളെയും തുന്നിച്ചേർക്കാണ്. നമ്മുടെ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ പറയും ആദ്യത്തെ സിസേറിയൻ ആണെങ്കിൽ പിന്നൊക്കെ സിസേറിയൻ തന്നെ ആവുള്ളൂ എന്നൊക്കെ. അതിനൊക്കെ മെഡിക്കൽ സയൻസ് പലരും പറയണത് വെച്ചാല് ഈ 3 അറയിലെ ഏറ്റവും ഉള്ളിയത്തെ അറയിലെ ചെറിയ അകലച്ച മതി, പിന്നീട് ഒരു നോർമൽ ഡെലിവറി നടക്കാതിരിക്കാനുള്ള കാരണം എന്നാണ്. ഒരു ബക്കറ്റ് വെള്ളം പൊന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോ ആ സ്റ്റിച്ച് അകന്നാ മതി എന്നുള്ളതാണ്. എന്താണെങ്കിലും അള്ളാഹു ആയാലും നമുക്കറിയണ വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അത്രമേൽ അവരുടെ ശരീരങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ 3 ഇരുട്ടറകളെയും തുന്നിവെക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അവിടെ ചില ആളുകൾ പറയും ചാപ്പിള്ള എന്താണ് മറുപിള്ള തപ്പാണെന്നൊക്കെ പറയും. 2ാമത്തെ കുഞ്ഞിനൊക്കെ ജന്മം കൊടുത്താല്. ഞാന് നമ്മുടെ സൽസബിയിൽ ക്ലാസ് എടുക്കാൻ മക്കളോട് ചോദിച്ചു, 2ാമത് ജനിച്ച മക്കൾ ആരൊക്കെ? കുട്ടികളെ ക്ലാസ് കഴിഞ്ഞപ്പോ ചില കുട്ടികൾ പറഞ്ഞു ഉമ്മാനെ കാണാൻ തോന്നുന്നുണ്ട്. അപ്പോ നമ്മളാരും അവരിയ്ക്കുമ്പോ അവരുടെ വേദനകളൊന്നും അറിയണില്ല എന്നൊക്കെ. ഈ മറുപിള്ള തപ്പ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളെ പോലെ അവർ കരയും, വേദന സഹിക്ക വയ്യാതെ കരയും. ഇത് 3ഉം തുന്നിച്ചേർത്ത് വെച്ചിട്ട് കുഞ്ഞിന് ആദ്യമായിട്ട് പാല് കൊടുക്കുമ്പോ ഉമ്മ അതിനു വേണ്ടി ചെരിഞ്ഞു കിടക്കുന്ന വേദന മതി. അനുഭവിക്കുന്ന പെയിൻ ഉണ്ടല്ലോ, ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ അനുഭവിക്കുന്ന വേദന. ലോകത്തിലെ ഏറ്റവും അതിമനോഹരമായ മുഹൂർത്തത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ആദ്യമായി കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് പാല് കൊടുക്കുന്ന നിമിഷങ്ങളെ അവിടെ വേദന എന്നുള്ളത്. പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞ് റൊട്ടേഷൻ ചെയ്ത് കടന്നു വന്ന് അവിടെ നിന്ന് ഗർഭമുഖത്തിലേക്ക് സിവിക്സിലേക്ക് ആ മക്കളിങ്ങനെ യാത്ര തിരിക്കുന്ന രംഗങ്ങളെ ഒന്നും സാരല്ല. അള്ളാഹു സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ അതിഅപാരം. അതിലുപരി ആ ഉമ്മ അനുഭവിക്കുന്ന വേദനകള് അതിനേക്കാൾ പെയിൻഫുള്ളാണ്. അതുകൊണ്ടാ പറഞ്ഞ നല്ല വേദന അറിഞ്ഞിട്ടാണ് നിങ്ങളെ പ്രസവിച്ചത്. 3ാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ.
അവരുടെ ഗർഭമുണ്ടല്ലോ, അവരുടെ പാലൂട്ടലുണ്ടല്ലോ, അത് 30 മാസമാണ്. ഒരു ഉമ്മ കുഞ്ഞിന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗമെന്ന് പറയുന്നത് അത് 30 മാസമാണ്. 30 മാസം എന്ന് പറഞ്ഞാൽ ആയത്തുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ പറയാൻ പ്രഗ്നൻസി പീരീഡിലെ ഏറ്റവും ചുരുങ്ങിയ കാലയളവെന്ന് പറയുന്ന 6 മാസത്തിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഖുർആൻ എന്ന് പറഞ്ഞത് 30 ആഴ്ച 30 മാസം എന്ന് പറഞ്ഞത്. 6 മാസത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലേ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താവും നമുക്കറിയാം. ഒന്നും ഉണ്ടാവില്ല. 1 മാസം കഴിയുമ്പോഴേ സെട്ടിപ്പല നിന്ന് 3-ാം മാസത്തിൽ ഫീറ്റൽ സ്കാനിങ്ങുകൾ നടച്ചു. ഫീറ്റൽ സ്കാനിങ്ങിൽ കുട്ടിയുടെ നെറ്റിയുടെ പൊസിഷൻസ്, മുതുകല്, തലച്ചോറിന്റെ അവിടെ നിന്ന് ഓട്ടിസം ബാധിക്കാൻ സാധ്യത ഉണ്ടോന്ന് വരെ ഇന്ന് അത്യാധുനിക രീതിയിൽ 3 മന്ത്സിലെ ടെസ്റ്റുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പൂർണ്ണ വളർച്ചകൾ ഇങ്ങനെ കടന്നു വന്ന ആ കുഞ്ഞിങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ സമയങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ സൃഷ്ടി വൈഭവങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു 6 മാസം എന്നൊക്കെ പറഞ്ഞ കുട്ടിയൊന്നുമില്ല. അതിന്റെ സ്കിന്ന് ഡെവലപ്പ് ആയിട്ടില്ല, മീറ്റ്സ് ഡെവലപ്പ് ആയിട്ടില്ല, ഇന്റേണൽ ഓർഗൻസിന്റെ പൂർണ്ണമായിട്ടില്ല. നമ്മുടെ 7 മാസത്തിൽ പുറത്ത് വന്ന കൊച്ചിനെ പോലും നമ്മൾ പറയലെന്താണ്? പ്രീബർത്ത് എന്ന് പറയാൻ, കാലാവാതെ പ്രസവിച്ചതെന്ന് പറയല്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ആ ചുരുങ്ങിയ കാലം വെച്ചിട്ട് ഖുർആൻ പറയാൻ, നിങ്ങളുടെ ഉമ്മ 30 മാസം ചുരുങ്ങിയത് 2 വർഷക്കാലം നിങ്ങളെ പാലൂട്ടുന്നുണ്ട്. റിലാക്സ്. ആ പാലൂട്ടുന്ന കാലയളവില് നമ്മൾ പറയാം നിസ്സാരല്ലേ എന്ന് നമ്മൾ പറയും. ഒരു ഉമ്മക്ക് അറിയാൻ പറ്റും കുഞ്ഞവിടെ പാലിന് വേണ്ടി ദാഹിക്കുമ്പോ അവിടെ സ്ഥലത്തില്ലാത്ത ഉമ്മക്ക് അറിയാൻ പറ്റും എന്റെ കുഞ്ഞ് പാലിന് വേണ്ടി വിതുമ്പുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അത് അല്ലാഹു നൽകിയ എന്നത്. പുതിയ മക്കളോട് പറഞ്ഞ ടെലിപ്പതിയോ എന്ത് പറഞ്ഞാലും അവർ പറയും. നിങ്ങൾ ആലോചിച്ചു, ഉമ്മാരോട് ചോദിച്ചു, നമ്മുടെ മക്കളോട് ഭാര്യമാരോട് ചോദിച്ചു, അവര് പറയും മാറിന്റെ അവിടെ വല്ലാത്തൊരു പിടുത്താനെന്ന് പറയും. മക്കളുടെ അടുത്ത് കോടി എത്തണമെന്ന് പറയും. അവർക്ക് അത്രമേൽ പ്രയാസങ്ങൾ വരും പാല് കൊടുക്കാൻ. നിങ്ങളൊക്കെ ആലോചിക്കേണ്ട, ഒരു 2 മണിക്കൂർ നമ്മളോട് സ്നേഹമില്ല, നിങ്ങൾക്ക് ദേഷ്യമാണെന്നൊക്കെ പറയണ മക്കളില്ലേ? നമ്മൾ ജനിച്ചിട്ട് ഒരു 2 മാസം 2 മണിക്കൂർ ഉമ്മ പാല് തരാതിരുന്നാൽ മതി, ഇതുപോലെ നമ്മൾ നിവർന്ന് നിൽക്കില്ലായിരുന്നു. ഷുഗർ ലെവല് താഴെ പോയി നമ്മൾ തീരുമായിരുന്നു. ഷുഗർ ലെവൽ 25ന്റെ താഴെ വന്ന് എടുക്കാണ്ടാവില്ല ബർത്തിലെ മക്കളെ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് 2 മണിക്കൂറിൽ പാല് കൊടുക്കണേ ജനിച്ച ഉടനെ, അല്ലെങ്കിൽ അടിയന്തര സൊല്യൂഷൻ സ്വീകരിക്കണേ. ഇന്ന് പുതിയ മക്കളുടെ കാലൊക്കെ ഞെക്കിയിട്ട് ഷുഗർ ടെസ്റ്റ് ഇങ്ങനെ നടത്തും. എന്തിനാണ്? അതിന് മാതാവിന്റെ മാറെടുത്ത് നിന്ന് പാല് കിട്ടിയിട്ട് ഷുഗർ ഇൻഡെക്സ് കയറി വരണം. അത് താഴെ പോകാൻ പറ്റൂല, ഷുഗർ കുറയാൻ പറ്റൂല. ആ ഓരോ ഈ 2 മണിക്കൂറും നിങ്ങൾ ആലോചിച്ച് അവർക്ക് ഉറങ്ങണ്ടേ? സ്റ്റാർട്ടിങ്ങിലെ പറയണേ, പ്രസവിച്ച കുഞ്ഞിനെ ആദ്യ സമയങ്ങളിൽ ഓരോ ഈ 2 മണിക്കൂറിലും പാല് വേണം. നിങ്ങൾ പറ, 9 മാസം ഗർഭം ചുമന്ന് മാരകമായ വേദന അനുഭവിച്ച് പ്രസവിച്ച് സിസേറിയൻ ആണെങ്കിൽ അതിന്റെ വേദന കടിച്ചു തിന്ന് അവരുടെ ഒബ്സർവേഷനും കഴിഞ്ഞ് റൂമിൽ വന്ന് ഉമ്മാക്ക് ഉറങ്ങണ്ടേ? ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണരുക. ഈ 2 മണിക്കൂറില് മാരടത്തിനോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഈ ഞാൻ വളർന്നത്, ഈ നിങ്ങൾ വളർന്നത്, ഓരോ മനുഷ്യന്മാരും ഉണ്ടായത്. എന്നിട്ട് ഇന്ന് നമ്മൾ നിവർന്ന് അവരോട് തർക്കിക്കാൻ മാത്രം നമ്മൾ പ്രാപ്തരായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. അത് ആ പാലൂട്ടി വളർത്തിയത് നോക്കേ. ഒത്തിയ മാതാവിന്റെ മാരടത്തിൽ നിന്ന് പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വന്ന കിന്നരി പല്ലുകൊണ്ട് മാതാവിന്റെ മാരടത്തിലൂടെ കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളികൾ കടന്നു വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടിയ ഉമ്മാന്റെ വേദനകളെ ഇന്ന് നമ്മൾ മറക്കുന്നുണ്ടോ? അങ്ങനെ അവർ പറയുള്ളൂ. നമ്മളാരും വലിച്ചെറിഞ്ഞിട്ടില്ല. ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞിങ്ങനെ തലോടും. എത്ര കടിച്ചു വെച്ചിട്ടുണ്ട് മക്കള്. 7 മാസം കഴിയുമ്പോൾ 8 മാസം ആവുമ്പോ പല്ലിങ്ങനെ മുളച്ചു വന്നാലേ മാതാവിന്റെ മാറിടത്തിൽ കടിച്ച് രക്തം വരുമ്പോ എത്ര പെയിൻഫുൾ ആയിട്ടാണ് ആ ദിവസങ്ങൾ അവർ കടന്നു പോകണമെന്നറിയോ ഇല്ലേ? അതുകൊണ്ട് അല്ലാഹു പറയും, ഏറ്റവും വലിയ കടമയുള്ളത് ഉമ്മാനോട്. മുസ്നബി വീണ്ടും പറഞ്ഞു ഉമ്മ, മൂന്നാമത് പറഞ്ഞു ഉമ്മ, 4ാമത് പറഞ്ഞു ബാപ്പാ. ബാപ്പ എന്ന് പറഞ്ഞ ത്യാഗം നമ്മൾ പലപ്പോഴും പറയും. ബാപ്പ കുറച്ച് കാർക്കശ്യക്കാരനാണ്, കുറച്ച് ദേഷ്യക്കാരനാണ്. ബാപ്പാന്റെ കണ്ണൊന്നും നിറയണം നമ്മൾ കാണാനില്ല.
ഞാൻ ചോദിക്കാം, മക്കളെ വാപ്പ ഉരുകണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വല്ലാത്തൊരു ഉരുക്കാൻ, പക്ഷെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കാൻ അവര് വല്ലാതെ ഉരുകും. അവരതിനു വേണ്ടി അധ്വാനിക്കും. ഒരുപക്ഷെ നമ്മുടെ മക്കളോടൊക്കെ പറയാനുള്ളത്, അവരൊക്കെ അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാമായിരുന്നില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞു, ഇന്നും വല്ലാണ്ട് മാറ്റമൊന്നുമില്ല കേട്ടോ. ഈ താനൂര് കടപ്പുറമുണ്ട്, അവിടെ താഹ ബീച്ച്. അവിടെ പണ്ടൊക്കെ നമ്മള് പ്രസംഗത്തിന് നമ്മൾ വിചാരിച്ചു നമ്മളൊക്കെ കുറെ ഡെവലപ്ഡ് ഏരിയ ഒക്കെ ആണെങ്കിലും, എനിക്ക് ഓർമ്മ നമ്മുടെ ഇടത്തനാട്ടുകരയില് അമ്പലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ അന്ന് ആദ്യമായിട്ട് കറണ്ട് കമ്പി വലിക്കാം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ. എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഏരിയകളൊക്കെ ഇപ്പോഴും ഉണ്ട്. മണ്ണാർക്കാടിന്റെ ഉള്ളിൽ പ്രദേശമാണ്, പെരുന്തമണ്ണയിൽ നിന്ന് ഉള്ളിലേക്ക് പോണേ. അതുപോലെ ഈ താഹ ബീച്ചിലൊക്കെ പ്രസംഗിക്കാൻ പോണ കാലത്തൊക്കെ അന്ന് അവിടുത്തെ ഇസ്ലാഹി സെന്റർ, അവിടുത്തെ മീൻ പിടിക്കുന്ന ആളുകള് ഈ മരത്തിന്റെ ഷട്ടറായിരുന്നു, ഓരോ പലകൾ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട്, കസേരൊന്നുമില്ല, നിലത്ത് പായ വിരിച്ചിട്ടാണ് അവിടുത്തെ ആളുകൾ ക്ലാസ് എടുക്കാനൊക്കെ കൊണ്ടുപോയാലേ. അതുപോലെ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയാൽ ഒരു സിമെന്റിന്റെ തറയിൽ പായ വിരിച്ചിട്ട് അവിടെയാണ് ഭക്ഷണമൊക്കെ കൊണ്ടു വെക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴയ സിസ്റ്റം. അപ്പൊ എനിക്ക് അതിൽ ഞാൻ പറയണത് വെച്ചാല്, എൻ്റെ കൂടെ BEd പഠിച്ചിരുന്നൊരു സുഹൃത്ത്, അദ്ദേഹം എന്തെന്നെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിക്കില്ല. അദ്ദേഹം MESലെ ഒരു അധ്യാപകനൊക്കെയാണ്. ഞങ്ങൾ ആലപ്പുഴയിൽ BEd ഒരുമിച്ച് പഠിക്കുന്ന ആളുകളാണ്. 2010-11 സമയം ഒരുമിച്ച് പഠിക്കുന്ന ആളെ നാട്ടിൽ വന്നിട്ടും വിളിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠം വന്നിങ്ങനെ നിർബന്ധിക്കുന്നു, നിങ്ങൾ വായോ എന്നൊക്കെ പറഞ്ഞ്, വീട്ടിലേക്ക് വായോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോ ഞാൻ പറഞ്ഞെന്താ അറിയോ, ഒരു കടപ്പുറത്തിന്റെ ഓലമേഞ്ഞ വീടുകളാണ് അവരുടെ വീട്. ഓലമേഞ്ഞ വീടാണ്. അവിടെ വാപ്പാക്കൊരു നെയ്ത്തുകെട്ടിലാണ് വീടിന്റെ സിറ്റ് ഔട്ടിൽ, അതിലാണ് വാപ്പ കിടക്കുന്നത്. മക്കളൊക്കെ വീടിന്റെ ഉള്ളിൽ, ഭാര്യയും ഭർത്താവും അവരുടെ അനുജനൊക്കെ ആ വീടിന്റെ ഉള്ളിൽ കേവലം ഒരു ഓല കൊണ്ട് മറച്ചിങ്ങനെ കഴിയുന്നൊരു സാഹചര്യം. അപ്പൊ നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ക്ഷണിക്കാതിരുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞത് അറിയോ, ആ വീട്ടിലെ പിതാവ് അദ്ദേഹം കടയിൽ നിന്ന് മുന്തിരി ജ്യൂസ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒഴിച്ചു തരികയാണ്. ഞങ്ങളത് കുടിക്കുമ്പോൾ അയാളുടെ ക്ലാസ്സിലേക്ക് ഒഴിച്ചത് വീണ്ടും ആ ജഗ്ഗിലേക്ക് വെച്ച് അവിടെ വെച്ചപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു കാലം ഇങ്ങനെ ഓർമ്മ വന്നു. അദ്ദേഹം കുടിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ പോയിട്ടായിരിക്കും അവിടുത്തെ മക്കൾക്ക് വേണ്ടി അത് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ പുതിയ മക്കൾക്കൊന്നും അത് വലിയ പരിചയം ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ വിരൽ ചൂണ്ടും, ഒരു പെൻസിൽ വെച്ച വാപ്പ ഒരു ബോക്സ് പെൻസിൽ വാങ്ങിച്ചു തരും, അല്ലേ? നമ്മൾ ഒരു മിഠായി പറഞ്ഞ ഒരു പാക്ക് മിഠായിയാണ് മേടിച്ചു കൊടുക്കുക. മക്കൾ പറഞ്ഞതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ അപകടം പിന്നീട് നമ്മൾ അറിയേണ്ടി വരും, അത് വേറെ വിഷയം. പക്ഷേ അവരൊക്കെ പലതും മാറ്റി വെച്ചിട്ടാണ്. ഗൾഫുകാരെ ആണല്ലോ തൊഴിയൊരു മേഖലയിലൊക്കെ. നമ്മൾ വിചാരിക്കും പിസ്തയും ബദാമൊക്കെ ഗൾഫിൽ ഇങ്ങനെ UAEയിലും ഒമാനിലും ബഹ്റൈനിലും ഖത്തറിലും സൗദിയിലും ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ് ബദാമും ഒക്കെ, അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ സാധാരണ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കറിയാലോ, സാധാരണ 9 ദിവസം ഒക്കെയാണ് സാധാരണ ഒരു പ്രോഗ്രാമിന് യാത്ര ഉണ്ടാവും. ഒരു വ്യാഴാഴ്ച പോയാൽ പിറ്റത്തെ ശനിയാഴ്ച മടങ്ങാവുന്ന രൂപത്തിലൊക്കെയാണ് സാധാരണ ഗൾഫ് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യല്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ, അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഒരു പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നാട്ടിൽ എത്ര റുപ്യോ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഞാൻ വെച്ചാൽ പിസ്തൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പിന്നെ ഇപ്പൊ നാട്ടിൽ വന്ന് മേടിക്കല. അവിടെ 46 റിയാലിന് അരക്കിലോ, ദിർഹംസിനൊക്കെ അരക്കിലോ കിട്ടണത് നാട്ടിൽ വന്നാൽ 950 റുപ്യൊക്കെ നമുക്ക് 1 കിലോ മേടിക്കാലോ, അല്ലെങ്കിൽ 1000 റുപ്യക്ക് 1 കിലോ മേടിക്കാം. നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തേക്കാളും വില ഉണ്ട് അവിടെ. അവരുടെ കട്ടിലിന്റെ തലഭാഗത്ത് ഇങ്ങനെ തോന്നുമ്പെടുത്ത് തിന്നാൻ വേണ്ടി ബോക്സിൽ വെച്ച് വന്നില്ല. പക്ഷെ നാട്ടുകാർ ഓഹരി വെക്കുമ്പോൾ മൂപ്പരിപ്പോ അവിടെ എന്നും തിന്നുന്ന ആളല്ലേ എന്നാ പറയാ, അല്ലേ? വീട്ടിലുള്ളവരൊക്കെ ഓഹരി വെക്കും. ആ സാധുവിന്റെ ജീവിതത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭക്ഷണം പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റും. സ്കിപ്പ് ചെയ്തിട്ട് അവർ കാത്തിരുന്നിട്ടുണ്ട്. ലേബർ ഏരിയയിലൊക്കെ ജോലി ചെയ്യണ ഒരു റൂമിൽ കലണ്ടറിൽ കോളം വെട്ടി ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. നാട്ടിൽ പോകാന്, മക്കളെ കാണാൻ എത്ര ദിവസം ഉണ്ടെന്നറിയാൻ. ഒരു പ്രവാസിയുടെ കട്ടിലിന്റെ ചോട്ടിൽ ഒരു പെട്ടി ഉണ്ടാവും, കിട്ടിയതൊക്കെ കൊണ്ടുവന്നിടാൻ, ഭാര്യക്കാൻ, മക്കൾക്കാണ്. നല്ലൊരു ഭക്ഷണമൊന്നും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അയൽ വീട്ടിലെ താത്തൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും. അവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് പറയും, മൂപ്പര് ഗൾഫിൽ നിന്ന് കുബൂസ് എന്ന് ശീലിച്ചുകൊണ്ട് ചപ്പാത്തിയെ പറ്റുള്ളൂ എന്നൊക്കെ പറയല്. പക്ഷെ നമുക്കിപ്പോ വലുതായപ്പോഴാണ് ഇതിന്റെ അതൊക്കെ മനസ്സിലായി. ടാക്സ് ഇല്ലാതെ കിട്ടുന്ന ഒരു ഫുഡാണ് കുബൂസ് പറഞ്ഞത്. അതൊരു 1 റുപ്യക്ക് ഒരു 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് രാവിലെയും രാത്രിയൊക്കെ ആവുമ്പോൾ പോയി. ഉച്ചക്ക് ആ റൂമില് ആ ചോറുണ്ടാക്കുന്ന ഒരു നേരമായിരിക്കും. ആദ്യ റൂമിൽ എത്തുന്ന ആളാണ് ബാക്കി ചോറ് തിന്നല്.
അവർക്ക് ലാവിഷായി ജീവിച്ചുകൂടായിരുന്നു? അവർക്ക് സുഖിച്ച് ജീവിച്ചുകൂടായിരുന്നു? ഇല്ലേ? അവര് കുടുംബത്തിന് വേണ്ടി കാത്തവർ. നാട്ടിൽ തൊഴിലിന് പോകുന്ന ഒരാളാണെങ്കിലും കുറച്ച് ഷേക്ക് കുടിച്ച് അല്ലെങ്കിൽ അവർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നാൽ പോരെ? ഇല്ലേ? നാട്ടിൽ കാണുന്ന മദ്യപാരികളെ പോലെ ജീവിച്ച പോലെ കിട്ടുന്നൊക്കെ തീർത്തിട്ട് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അവർ അധ്വാനിച്ചതാണ്. നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അവർ നമ്മളെ എത്രമേൽ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയോ? ഒരുപക്ഷേ ഇന്നത്തെ പോലെ നേർക്ക് നേരെ ബോട്ട് ടീമും വാട്സപ്പും നേർക്ക് നേരെ വിളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്താണ് അയൽവാസികളുടെ ലെറ്ററൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക. അവര് തരും 15 ഉറുപ്പ്യം തരും, ഒരു കത്തും തരും. ചിലവര് 16 ഉറുപ്പ്യ തരും, 1 ഉറുപ്പ്യ മിഠായിക്കാൻ. ഈ 15 ഉറുപ്പ്യന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ട് 2 ആഴ്ചയുടെ ഇടവേള കഴിഞ്ഞിട്ടാണ് മറുപടി. ഓല കാസറ്റിൽ ടാപ്പ് റെക്കോർഡറിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇതും അതിന്റെ കൂടെ അയച്ചു കൊടുക്കുക. മക്കളുടെ ഫോട്ടോ കത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അയച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഭാര്യ അറിയിക്കാണ്, ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ചെയ്യുന്ന ഫോൺ കോൾ, അതിന് ലിമിറ്റഡ് ടൈംസ്. ഇതിന് ഭാര്യ പറയിക്ക, മോനിങ്ങനെ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോ കാണാൻ വിധിയില്ലാതെ ഫോട്ടോ മാറത്ത് വെച്ച് കിടന്നുറങ്ങുന്ന എത്ര പാവപ്പെട്ട ആളുകളുണ്ടെന്നറിയോ? നമ്മുടെ പലരുടെയും വേദനകള് ഒരുപക്ഷെ മക്കള് ഇതൊന്നും അറിഞ്ഞോളണമെന്നില്ല. നമ്മളിങ്ങനെ പറയുന്ന സാധനം, ആഗ്രഹിക്കുന്ന സാധനം ഇങ്ങനെ കിട്ടുമ്പോഴേ അവരുടെ നൊമ്പരങ്ങളൊക്കെ വലുതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ കടന്നു പോകരുത് മക്കളെ, പ്രാർത്ഥിക്കാതെ കടന്നു പോകരുത്. അറിയോ പ്രിയമുള്ളവരെ, ഒരിക്കൽ ദമാമെന്ന് നാട്ടിലേക്കുള്ള യാത്ര. അപ്പൊ ഒരു മനുഷ്യനോട് പറഞ്ഞു, നമ്മുടെ ജുബൈൽ ഇസ്ലാഹി സെന്ററിന്റെ 18ാം വാർഷികം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഖത്തീബ് അവിടെ ദായിയായിട്ടുള്ള സമയമാണ്. അവൻ അന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റിലെ വിൽക്കും ഞാനും ഉണ്ടാവും, നമ്മൾ ഒരുമിച്ചാവും നാട്ടിലേക്ക് യാത്ര എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് മടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സ്നിക്കേഴ്സിന്റെ ഒരു ചോക്ലേറ്റും, ഒരു ബോക്സ് ചോക്ലേറ്റും, ഒരു ചെറിയൊരു ടോയ്, ഗേൾസിന് പറ്റിയ ടോയ്സും ഒരു മുസല്ലിയും കൊണ്ടുവന്ന് ഇതുകൂടെ പെട്ടിയിൽ വെച്ചോളി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാം, ഞാനിപ്പോ അതിനുശേഷം അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടില്ല കേട്ടോ. ഈ റമദാനില് ഒരു റമദാനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യേനും മക്കളേനും ഒക്കെ കൂട്ടിയിട്ട് ആ ക്ലാസ്സിന് വേണ്ടി വന്നിരുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ മോനെ ബിടെക്കിന് ചേർത്തിട്ടുണ്ട്, അപ്പോ കുറച്ചുകൂടെ എക്സ്പെൻസ് ആയി, ഒരു ലാപ്ടോപ്പും കൂടെ മേടിച്ചപ്പോൾ ഞാൻ ഇനി 3 മാസത്തിന് നാട് ചിന്തിക്കണില്ല, അത് കഴിഞ്ഞിട്ടേ ആലോചിക്കണുള്ളൂ. അവർക്കൊന്നും നമ്മളെ കാണാൻ പോകില്ലായിട്ടും. ഒരു മനുഷ്യനൊരിക്കൽ വിതുമ്പി പറഞ്ഞൊരു വാക്കെന്തെന്നറിയോ? മൂത്ത ആൺകുട്ടികളൊക്കെ ചേർത്ത് വെച്ചു, എനിക്ക് 3ാമത്തെ പെൺകുട്ടിയാണ്, എനിക്ക് ആ മോളുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞാല് അവളെ ചേർത്ത് പിടിച്ചൊന്ന് കിടക്കാൻ വേണ്ടി പറ്റൂലല്ലോ, പെൺകുട്ടികളല്ലേ. അത് പറഞ്ഞിട്ട് എത്രയും പോകും നമ്മളൊക്കെ പറഞ്ഞ വലിയൊരു മനുഷ്യൻ നിന്ന് കരയാൻ. അവരുടെ ഉള്ളിൽ സങ്കടങ്ങളില്ലേ, വിഷമങ്ങളില്ലേ, ത്യാഗങ്ങളില്ലേ? രാത്രി 12 മണിക്ക് 1 മണിക്ക് വീട്ടിലേക്ക് കടന്നു വരുന്ന നമ്മളോട് ഏത് ബാപ്പയാ കാരുണ്യത്തോടുകൂടെ സംസാരിക്കാനുള്ളേ? എന്നാലും ഉമ്മാട് വിളിച്ചു പറയും, ഉമ്മ കുറച്ചൊന്ന് വൈകിട്ടോ, ഉമ്മാനോട് വിളിച്ചു പറയും. എന്നിട്ട് ഉമ്മ ഇങ്ങനെ പതുക്കെ വാപ്പ കിടക്കണ റൂമിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാതെ എണീറ്റ് ഡോറ് തുറന്ന് വീടിന്റെ പിന്നിലെ ഡോറ് തുറന്നു കൊടുത്ത് പുതപ്പൊക്കെ മൂടിക്കൊടുത്തിട്ട് വാപ്പ കിടക്കുന്ന റൂമിൽ നിശിയുടെ നിശബ്ദതയിൽ കടന്നു ചെന്ന് ശബ്ദമുണ്ടാക്കാതെ ഡോറ് ലോക്ക് ചെയ്ത് വാപ്പാന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ എല്ലാം ശ്രവിക്കുന്ന വാപ്പാന്റെ ഒരു ചോദ്യമുണ്ട്, അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുന്ന വാപ്പാന്റെ മക്കളെ നമ്മളാരും അറിഞ്ഞിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അവർക്ക് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നു നമ്മളോട്. അവരുമ്മാനെ പോലെ പെട്ടെന്ന് കരയില്ല, കാരണം അവര് പുരുഷനായി പോയി എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു അങ്ങനെയാണ് അവരുടെ പ്രകൃതം അവർ പടച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാരുണ്യത്തോടെ പെരുമാറാൻ, അവരുടെ തൃപ്തി നിങ്ങളെ സമ്പാദിക്കണമെന്ന് അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. അവര് നമ്മളെ കോപിക്കുന്നുണ്ടോ? എന്റെ ഉമ്മാക്ക് എന്നെ തൃപ്തമാണോ? എന്റെ ബാപ്പാക്ക് എന്നോട് തൃപ്തിയുണ്ടോ? ഇന്ന് വരെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? പറയാൻ പറ്റിയിട്ടുണ്ടോ? അവരെങ്ങാനും കോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളോട് കോപാണ്, അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പാണ്. അവരുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മളോട് നന്മകളുടെ കൂട്ടത്തിൽ എണ്ണിയപ്പോ പറഞ്ഞു, ഹുഖൂഖുൽ വാലിദൈൻ,
മാതാപിതാക്കളോട് കടമ നിർവഹിക്കൽ. മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കല് അത് ലോകത്തിലെ മഹാനന്മയാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കണ്ട ഏറ്റവും വലിയ നന്മ ഏതാണെന്നറിയോ? മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനേക്കാളും വലിയൊരു നന്മ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. അവരോട് കടമ നിർവഹിക്കുക, അവർക്ക് നന്മ ചെയ്യാം. പക്ഷേ ലോകത്തിലെ വലിയ തിന്മ ഏതാണെന്നറിയോ? ഒരു ഹർഫിന്റെ മാറ്റമേ ഉള്ളൂ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്, പ്രയാസപ്പെടുത്തലാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുമ്പോ അത് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഇസ്ലാം അതിനെണ്ണനെ. അവരോട് കടമ നിർവഹിക്കല് ഏറ്റവും വലിയ നന്മയായിട്ടാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടുത്തരുത് എന്നുള്ളത് നമ്മൾ പറയും. ഞങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരോടൊന്നും മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉമ്മാന്റെ നെറ്റത്തൊരു ചുംബനം കൊടുത്തിട്ട് എത്ര കാലായിട്ടുണ്ടാവും? നമുക്ക് നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇത്ര പ്രായം വന്നിട്ട് അല്ലേ? ഞാൻ പറഞ്ഞത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒന്ന് ചെയ്തു നോക്ക്, എത്രത്തോളം മാറ്റം. അവരാഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ സമീപം, അവരാഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ സംസാരം. പക്ഷെ നമുക്ക് എന്താ അറിയോ, അധികമൊന്നും സംസാരിക്കാൻ ക്ഷമ കിട്ടണില്ല ഇന്നത്തെ മോഡേൺ തലമുറക്കൊക്കെ. പ്രത്യേകിച്ച് നമ്മള് കുട്ടികൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെ കുറച്ച് പൈസ കിട്ടി ഇഷ്ടം തെളിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം എന്തായിരിക്കും അറിയാം? ഉമ്മാക്കൊരു ആൻഡ്രോയിഡ് ഫോൺ. അവിടെ മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന, മക്കളെ വല്ലാതെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കുടുംബമുണ്ട്. ഞങ്ങൾ പോലും എൻ്റെ കൂടെ കൊല്ലത്ത് വർക്ക് ചെയ്തൊരു ടീച്ചറാണ്. പക്ഷെ ഞാൻ അവരെ ടീച്ചർ എന്ന് വിളിക്കില്ല, അവർ ഉമ്മിച്ചാന്നും അവരെ ഒപ്പിച്ചാൽ തന്നെ അവരെ വാപ്പിച്ചാൽ തന്നെ അവരെ വിളിക്കല്. അൽഹംദുലില്ലാ ബന്ധം ഇപ്പോഴും ഇവിടെ വീട്ടിൽ വല്ലണ്ട്, നമ്മുടെ സൗദിയിലും ഒക്കെ ഉണ്ടായിരുന്ന. അപ്പോൾ അവരെ എന്നോട് ഇങ്ങനെ തമാശക്ക് പറയാം, ഒരു ചെറിയ മോനെ ഇവരിങ്ങനെ പ്രസംഗം പുതിയതിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറയാം. അവർക്ക് തന്നെ പണി പ്രസംഗം കേൾക്കുക, ക്ലാസ്സുകൾ കേൾക്കാൻ. ലാസ്റ്റ് മോന് ഫസ്റ്റ് പൈസ കിട്ടിയപ്പോൾ എന്താ വെച്ചാൽ ഒരു ഐഫോൺ കൊണ്ടുകൊടുത്തു. ഇനി ഉമ്മിച്ചൊക്കെ എത്ര പ്രസംഗം വേണമെങ്കിൽ കേൾക്കാം, ഇനി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ പറയും ഇതെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞതറിയും, പുതിയ തലമുറ മക്കൾക്ക് ഉമ്മാക്കും ബാപ്പാക്കും വല്ല ഫോൺ കൊണ്ടെടുക്കും. ഇവർക്കിത് കൗതുകം എന്താന്ന് അറിഞ്ഞൂടാ. മക്കളോട് ഇതെന്താ? അപ്പൊ നമ്മൾ എളുപ്പത്തിൽ ഇതാണ്ട് ചെയ്താൽ കൊടുക്കുക, അത്ര ഉള്ളൂ കാര്യം. പിന്നെ ഇതന്നെയല്ല ഇപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ചെയ്തേ. നമുക്ക് ദേഷ്യം വരും പിന്നെ, കാരണം ഈ ഫോണും കൊണ്ട് നമ്മളെ പിന്നാലെ ഇങ്ങനെ നടന്നാല് ഇതെന്താ, അതൊന്ന് ചെയ്തേരോ, ഇതൊന്ന് ചെയ്തേരോ. നമ്മളത് വേറൊന്നും പറയില്ല. ഇപ്പൊ എൻ്റെ ഉമ്മാക്ക് 57 വയസ്സാണ് ഇപ്പോൾ പ്രായം പറയണത്. എല്ലാ കൊല്ലവും റമദാനിൽ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഞാൻ നമ്പർ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നാലും അടുത്ത റമദാനിൽ പറയാം മറന്നുപോയി, വീണ്ടും പറഞ്ഞോടത്തോ ചെയ്തോണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു ദേഷ്യം വരാൻ. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മളുടെ ഒരു വാക്കിന് വേണ്ടി കാതോർത്തിരുന്നവരല്ലേ അവര്? നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എന്നാന്ന് അല്ലേ? ഉമ്മ ചോദിക്കാതെന്താ മോനെ അവിടെ എന്താ? ഉമ്മ അതാണ്. വീണ്ടും ചോദിക്കാതെന്തരാ അതാണ്. വീണ്ടും ഉമ്മ ചോദിക്കാതെന്താ മോനെ? അത് നിങ്ങളോടല്ലേ ഇതുവരെ ഞാൻ പറഞ്ഞു ഇന്നാന്ന്? വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ? ഉമ്മാട് ചോദിക്കും ഉമ്മ അതെന്താണ്? ഉമ്മ പറയും ഇന്നതാണ്. വീണ്ടും ഉമ്മ അതൊക്കെ തിരിക്കുന്ന കാലഘട്ടത്തെ വീണ്ടും ചോദിച്ചു ഉമ്മ അതെന്താണ്? വായിന്റെ കൊഞ്ചല് കേൾക്കാൻ, ആ സംസാരം കേൾക്കാൻ 3 അല്ല 33 തവണ പറഞ്ഞാലും ഉമ്മ വീണ്ടും 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 നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രമേൽ നമ്മളുടെ സ്വരങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്, അത്രയും നമ്മളുടെ കൊഞ്ചലുകളെ സ്നേഹിച്ചവരാണ്. അവരൊന്ന് തൊടാൻ, അവർക്കൊരു ചുംബനം കൊടുക്കാൻ, അവരെ ഒന്ന് ചേർത്ത് വെക്കാൻ. യാത്ര പോകും ഉമ്മക്കൊരു ചുംബനം കൊടുത്തിറങ്ങാൻ, ഉമ്മ പൂവാട്ടോ എന്ന് പറഞ്ഞിട്ടൊന്ന് കൈപിടിച്ചിറങ്ങാൻ. അത് ഭാര്യക്കും കൊടുക്കണം, ഉമ്മാക്കും കൊടുക്കണം. കാരണം ഇസ്ലാമിന്റെ മര്യാദകൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? അവരോട് ദേഷ്യപ്പെടാൻ പറ്റൂല, ഇല്ലാട്ടോ. അവരെ നമുക്കെതിരൊന്നും പറയാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞത് അറിയോ, ഇന്ന് ഇത്രയും സൗകര്യങ്ങളുടെ കാലച്ചും ഏറെ നീറിപ്പോയ ഒരു വിഷയം, ഒരു മൂത്രത്തിൽ ട്യൂബിട്ട ഒരാൾക്ക് പിന്നെ ഉതിർത്ത് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു സംശയം ചോദിച്ചിട്ട് ഒരു ഫോൺ വന്നു. അപ്പൊ എന്നോട് അവർ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിലോ ഹുത്തുബയിലോ നിങ്ങൾ സൂചിപ്പിക്കണം, ഈ മക്കളോട് മക്കളും തമ്മിൽ പിണങ്ങിക്കഴിയണതിനെ പറ്റിയിട്ടൊന്ന് പറയണമെന്ന്. നിങ്ങൾക്കറിയോ, ഒരു ജ്യേഷ്ഠനും അനുജനുള്ള വീട്ടില്
അനുജന്റെ കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മ അനിയന്റെ മക്കളോട് കെയറിങ് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഈ മൂത്ത മോനും ഉമ്മയും തമ്മിൽ മിണ്ടുന്നില്ല. ഞാൻ അവരോട് അഡ്രസ്സും വീടും ഒന്നും ചോദിക്കാൻ പോയില്ല. നമ്മളുമായി ബന്ധപ്പെടുന്ന സ്ഥിരം ഒരുപക്ഷെ കാണേണ്ടി വരുമോ എന്ന് ചിന്തയുള്ളൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞാൻ ആരാ വിളിക്കണമെന്ന് ചോദിച്ചില്ല, അതിനപ്പുറം ചോദിച്ചില്ല. നിങ്ങൾ ക്ലാസ്സിലോ ഖുതുബയിലോ സൂചിപ്പിക്കോ എന്നാണ് അവർ പറഞ്ഞത്. ആ ഉമ്മാന്റെ എല്ലാ ചെലവും നോക്കണം മോൻ, ആ ഉമ്മാക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം മോൻ. നിങ്ങൾ നോക്ക്, ഉമ്മാന്റെ ഈ രോഗാവസ്ഥയിൽ കിടക്കാനുള്ള അത്യാധുനിക ബെഡുകള്, സൗകര്യങ്ങള് എല്ലാം മോൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാനോട് അമ്മ മണ്ടൂല. ഞാൻ മരിക്കണേന് 80 ചില്ലറ വയസ്സായി ഉമ്മാക്ക്. മരിക്കണേന് മുമ്പ് ആ മോനൊന്ന് മിണ്ടിയാ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ആലോചിക്കേണ്ടത് പടച്ച റബ്ബാണ്. അവരിത് പറഞ്ഞു വന്നപ്പോ അതാരാന്ന് അറിയല്ലേ എന്ന ആഗ്രഹം കൊണ്ട് മാത്രം നിങ്ങൾ ആരാ വിളിക്കണമെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. കാരണം നമ്മളുടെ പള്ളി നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട് ഉള്ളിലൊരു പെയിൻ വന്നു. ഞാൻ പറഞ്ഞത് നമ്മളുടെ ആരുടെയും വീട്ടിൽ ഉമ്മ, നിങ്ങൾക്കറിയോ, ആര് നമ്മളോട് തെറ്റ് ചെയ്താലും ആ തെറ്റ് ക്ഷമ ചോദിച്ചാൽ പുറത്തു കൊടുത്താൽ മതി. മനുഷ്യന്മാരമ്മലേ നമ്മൾ പുറത്തു കൊടുക്കാം, ക്ഷമയില്ല പുറത്തു കൊടുക്കാം, പക്ഷെ ചോദിക്കുക എന്നുള്ളത് ആവശ്യമാണ്. പക്ഷെ അതിന് പോലും ആവശ്യമില്ലാതെ പുറത്തു കൊടുക്കേണ്ടത് ആരോടാ? മാതാപിതാക്കൾ. അവര് തെറ്റുപറ്റിക്കോട്ടെ, അവരിൽ അബദ്ധം ഉണ്ടായിക്കോട്ടെ, അവരോടത് ചോദിക്കാതെ പുറത്തു കൊടുക്കാൻ അവകാശികളാണ് നമ്മൾ. ആരോടാ നമ്മൾ വാശി വെക്കണേ? ആരോടാ നമ്മൾ മത്സരിക്കണത്? നോക്കേ, അവരെങ്ങാനും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവർക്കും അല്ലാഹുക്കും ഇടയിലെ മറയില്ല, അവർക്കും അല്ലാഹുക്കും ഇടയിലെ മറയില്ല. ഇത്തഖീ ദഅവത്തുൽ മദ്ലൂം ഫലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്ന് അവർക്കും അള്ളാഹ്ക്ക് ഇടയിൽ മറയില്ല. അവർ സാധാരണക്കാരനാണ്. ആ വ്യക്തി ഉമ്മയാണെങ്കിലോ, ആ വ്യക്തി ബാപ്പയാണെങ്കിലോ അതിനിടയിൽ മറയില്ല. സ്വഹീഹ് ബുഖാരിയിലെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തരാണ്. നമ്മൾ അറിയേണ്ട എന്താ അറിയാം? അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ കിടക്കും? അവര് നമുക്കെതിരെ പറയണില്ല. നമുക്ക് വേണ്ടി എത്ര വേദന അനുഭവിച്ചാലും ചില മക്കളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയാം. ദേഷ്യം കൊണ്ടേ. പ്രത്യേകിച്ച് ഞാൻ ഈ ശബ്ദം ശ്രമിക്കുന്നവർ പെമ്മക്കളുണ്ടെങ്കിൽ അവരോട് കൂടെ പറയാം, നിങ്ങളെ കാണിച്ചു തരാനൊക്കെ ഒരു ഡോറൊക്കെ ശക്തമായി ശബ്ദത്തിൽ വലിച്ചടച്ച് റൂമിന്റെ ഉള്ളിൽ പോയിരിക്കും. എന്തിനെന്നറിയോ? ആത്മഹത്യ ഭീഷണി എന്നാ പറയാതെ പറയുന്ന ആത്മഹത്യ ഭീഷണി. ആ ഉമ്മാക്ക് പകല് മുഴുവൻ വീട്ടിലെ ജോലി ഉണ്ടാവും. നമ്മളൊക്കെ ഉമ്മാക്ക് എന്താ ജോലി വെച്ചാൽ ഉമ്മാക്ക് പണിയൊന്നുമില്ല, ഹൗസ് വൈഫാന്നാ പറയാ. എത്ര കിലോമീറ്റർ ഒരു ദിവസം വീടിന്റെ ഉള്ളിൽ അവർ നടക്കുന്നുണ്ട്. അടുക്കളയും ഹോളും ഈ കിച്ചണിലെ സ്റ്റോറും ഒക്കെ ആയിട്ട് എത്ര ഒരു ദിവസം അവർ നടക്കുന്നുണ്ട്, കിലോമീറ്ററുകൾ. എത്ര ഹാർഡ് വർക്ക് ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് മൈഗ്രൈന്റെ തലവേദന ഉണ്ടായിരിക്കാം. ഭക്ഷണം വെക്കലും വിളമ്പലും കഴുകലുമായി 3 റൊട്ടീനാണ് ഒരു ദിവസം. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് വിശ്രമിക്കാൻ പോകുമ്പോഴാണ് മകനുടെ ഈ സമരം. മൈഗ്രൈന്റെ തലവേദന ഉണ്ടാവും, പോയി കിടന്നിട്ടുണ്ടാവില്ല, ഇടക്കിടക്ക് വന്നിങ്ങനെ നോക്കും. മക്കളെ, തിരിച്ചറിയുന്ന സമയം എപ്പോഴാണെന്നറിയോ? നമ്മളുടെ ഉള്ളിൽ ജീവന്റെ തുടിപ്പറിയുമ്പോ അന്ന് നമ്മൾ അറിയും എന്റെ ഉമ്മാന്റെ നൊമ്പരം എന്താണ്. മക്കളെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോ അന്നറിയും എന്റെ ഉമ്മാന്റെ ത്യാഗം എന്താണ്, വാപ്പാന്റെ നൊമ്പരങ്ങൾ എന്താണ്. അന്ന് അവരോട് മാപ്പ് ചോദിക്കാൻ ഈ ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണില് മാപ്പ് ചോദിക്കാൻ അവരുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരുള്ള സമയത്ത് അവർക്ക് വേണ്ടി ഏറ്റവും മാന്യമായി പെരുമാറാൻ അവർ നമുക്കെതിരെ പറയണില്ല എന്ന് പറയുന്നത്. അവര് നമുക്ക് വേണ്ടി നന്മക്കല്ലേ പ്രാർത്ഥിക്കുള്ളൂ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലതെന്നും രക്ഷിതാക്കൾ ആരും അങ്ങനെ പറയരുത്. കാരണം അവരുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഇജാബത്തുള്ളതാണ്. അള്ളാഹു ചാൽ ഒരുപക്ഷെ ഡയറക്റ്റ് ഇജാബത്ത് കൊടുത്താൽ മക്കൾക്ക് ഹൈറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എത്ര മോശപ്പെട്ടവരാണെങ്കിലും സൽബുദ്ധി കൊടുക്കണേ അള്ളാഹ്. നിങ്ങൾക്കറിയോ, അവർക്കുണ്ട് വരും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമെന്ന് വരെ ചോദിച്ച മാതാപിതാക്കളെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് വേദനിപ്പിക്കരുത്. അവര് പറഞ്ഞ അള്ളാഹു താല തട്ടൂല്ല, പറയാത്തോണ്ടാണ്. ഭാരതപ്പുഴയുടെ പാലത്തിന്റെ മുകളിൽ നിന്ന് സ്വത്തിന് വേണ്ടി ഉമ്മാനെ താഴേക്ക് തള്ളിയിട്ട മകനെ താഴെ മീൻ പിടിക്കുന്നവരാ ഉമ്മാനെ രക്ഷപ്പെടുത്തുമ്പോ ഉമ്മാടെ മുന്നിൽ വെച്ച് പോലീസുകാർ മകനെ തല്ലിയപ്പോ ഉമ്മ പറയുന്നുണ്ട്, തല്ലല്ലേ സാറേ, എന്റെ മോനാണ്. അത് പറഞ്ഞത് ഉമ്മ. അതിന് ഉമ്മാരുടെ മനസ്സെപ്പോഴും അങ്ങനെയാണ്. നാട്ടുകാർക്കൊക്കെ നമ്മൾ കുരുത്തം കെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാറായിരിക്കും. നിങ്ങൾ പറയാം, ജീവിതത്തിൽ പലതും ഒപ്പിച്ചിട്ടില്ലേ നമ്മളൊക്കെ ആയ പ്രായത്തിൽ. കളിക്കാൻ പോയിട്ടും
മാങ്ങ പൊട്ടിക്കാൻ പോയിട്ടും വണ്ടി വറുക്കാൻ പോയിട്ടും ഒക്കെ പല പ്രായത്തിലുള്ള ആളുകളല്ലേ ഇവിടെ അല്ലേ. ഒരുപക്ഷെ കൂട്ടുകാരുടെ കൂടെ രസത്തിന്. പക്ഷെ ആരെന്ത് പറഞ്ഞാലും അവസാനം ഉമ്മ 2 എണ്ണം തന്നാലും ചേർത്ത് പിടിച്ച് ചോറ് തരാൻ, കഴിക്കാതെ കിടന്നുറങ്ങിയാലേ ഒരു കാടപ്പക്ഷിയുടെ തൂക്കം കുറയുമെന്ന് പറയാൻ ഒരു ഉമ്മ പറഞ്ഞ നുണയണോന്ന് നമ്മൾ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഇല്ലേ അത്രയൊക്കെ ചേർത്ത് വെച്ച് തരാൻ ബാപ്പ 2 എണ്ണം ദേഷ്യപ്പെട്ട് തന്നാലും പിന്നീട് അവൻ കഴിച്ചിട്ടുണ്ടോന്ന് ഉമ്മാന്റെ അടുത്ത് വന്ന് അന്വേഷിക്കുന്ന ഈ ബാപ്പയോളം തുല്യ ആരുമില്ല. അവര് നമുക്കെതിരെ പറയുന്നില്ല. മലയാള സാഹിത്യത്തിൽ ഹൃദയത്തെ ടച്ച് ചെയ്തു പോയൊരു വരി എന്തെന്നറിയോ? ക്രൂരനായ ഒരു മകൻ മാതാവിന്റെ കരല് പറിച്ചിങ്ങനെ ഓടുമ്പോ മരത്തിന്റെ വേര് തട്ടി ആ മകൻ താഴെ വീണപ്പോ ആ കരല് ചോദിച്ചു, ഉത്രേ മോനെ നിനക്ക് വേദനിച്ചോ? കരല് സംസാരിക്കില്ല നമുക്കറിയാം. പക്ഷേ അതാണ് ഉമ്മാന്റെ മനസ്സ്. അവര് ഒരിക്കലും നമുക്കെതിരെ പറയുന്നില്ല. പക്ഷേ അള്ളാന്റെ അടുക്ക ഉത്തരമുള്ള പ്രാർത്ഥന ഏതാണെന്നറിയോ? ദഅവത്തുൽ വാലിദി അലാ വലദിഹി. മറ്റൊരു റിവായത്തിൽ കാണാം ദഅവത്തുൽ വാലിദി ലിവലദിഹി. രണ്ടിനും രണ്ടർത്ഥം. ദഅവത്തുൽ വാലിദി അലാ വലദി, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ. ലിവലദി, മക്കൾക്ക് വേണ്ടി. അലാ വലദി എന്ന മക്കൾക്ക് എതിരെ പ്രാർത്ഥിച്ചാൽ. അപ്പൊ എതിരെ പ്രാർത്ഥിച്ചാൽ ഒന്ന് സ്വീകരിക്കും, വേണ്ടി പ്രാർത്ഥിച്ചാലും. സാഹിബ് ജുറൈജ് എന്ന് പറയുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു കഥയില്ലേ? മലയുടെ മുകളിൽ പോയി ആരാധനാലയം കെട്ടി ആളുകളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ച് ഇബാദത്തിൽ മുഴുകിയ ഒരു മനുഷ്യൻ. ആളുകൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അവസാനം ഒരു വേശ്യയായ ഒരു സ്ത്രീ മനുഷ്യന്റെ മുമ്പ് പോയി. നിങ്ങൾ നോക്ക്, ഇതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുന്നിന്റെ മുകളിലേക്ക് അദ്ദേഹത്തിന്റെ ഉമ്മ ഇങ്ങനെ കടന്നു പോയിട്ട് വിളിക്കും, മോനെ ജുറൈജേ. പക്ഷെ ഇയാളെ പറയാണ്, റബ്ബി ഉമ്മീ വസലാത്തി. അല്ലാഹുവേ, എന്റെ ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ നിസ്കാരത്തിലാണല്ലോ. ഉമ്മ തിരിച്ചു വരണ്ട്. രണ്ടാമതും മല കയറി ഉമ്മ പോയി വിളിക്കുന്നുണ്ട്, മോനെ ജുറൈജേ. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാ ഞാൻ നിസ്കാരത്തിലാണല്ലോ. മൂന്നാമതൊരു സമയത്തും ഉമ്മ മല കയറിയിട്ട് മകനെ അന്വേഷിക്കുമ്പോഴും മകൻ നിസ്കാരത്തിലാണ്. അവസാനം ഉമ്മ ഹൃദയം തട്ടി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ദുർവൃത്തകളായ വേശ്യകളുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ എന്റെ മോനെ മരിപ്പിക്കല്ലേ അല്ലാ. ആ പ്രാർത്ഥന പോലെ അന്ന് ഉത്തരം നൽകിയെന്ന്. ആ നാട്ടുകാരയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ഒരു വേശ്യയായ സ്ത്രീ അവളെ ശ്രമങ്ങൾ തുടർന്ന് നടന്നില്ല. അവസാനം ആ സ്ത്രീ ഒരു ആട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയായിട്ട് നാട്ടിലൊക്കെ പ്രചരിപ്പിച്ചു, എന്റെ കുഞ്ഞിന്റെ പിതാവ് സാഹിബ് ജുറൈജ് എന്ന ഈ മനുഷ്യനാണ്. ആളുകൾ അയാളുടെ ആരാധന മണ്ഡപങ്ങൾ തകർത്തതിന്. അവസാനം അദ്ദേഹം ആ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, മോനെ ആരടാ നിന്റെ പിതാവ്? ഇന്നാലിന്റെ റായിയാണ്, ഇന്നാലിന്റെ ആട്ടിടയനാണ്. ഇമാം ബുഖാരി സ്വഹീൽ ഉദ്ധരിക്കുന്നത് കാണാം. അതിനർത്ഥം എന്താണെന്നറിയോ? ഈസാ നബിക്ക് പുറമെ സംസാരിച്ച മറ്റൊരു കുഞ്ഞാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സമയം ആ ഉമ്മാന്റെ പ്രാർത്ഥനയുടെ ഇജാബത്ത്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറയാ, സുന്നത്ത് നിസ്കാരത്തിനിടയിൽ ഒരു അത്യാവശ്യത്തിന് ഉമ്മ വിളിച്ചാൽ അതിനിടയിൽ ഉമ്മാന്റെ വിളിക്കുത്തരം നൽകണമെന്നാണ്. നിസ്കാരം കണ്ടിന്യൂ നിസ്കരിച്ചാൽ മതി. മനസ്സിലാവണുണ്ടോ? കൈകെട്ടി ഫാത്തിം കഴിഞ്ഞ് സൂറത്ത് പകുതിയായപ്പോഴാ ഉമ്മ വിളിക്കണേ. ബേജാറ് പന്തിയില്ലാത്ത വിളിയാണെങ്കിൽ എന്തേ ഉമ്മ എന്ന് ഉമ്മാന്റെ വിളിക്കുത്തരം കൊടുത്തിട്ട് ബാക്കി നിസ്കരിച്ചാൽ മതി. തുടക്കത്തേക്ക് പോകേണ്ട കാര്യമില്ല. സുന്നത്ത് നിസ്കാരാണെങ്കിൽ അത്ര വലിയ സ്ഥാനമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉമ്മാക്കുന്ന ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട അവരോളം നമ്മളെ അവര് നമുക്കെതിരെ പറയാത്തോണ്ടാണ് സ്നേഹിച്ചൊരു. ഇപ്പൊ ഞാനൊരു പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാമല്ലോ, നമ്മളുടെ യാത്രയിൽ വൈഫ് നമ്മളെ ഫോൺ വിളിക്കും. സാധാരണ എങ്ങനെ ഫോൺ വിളിക്കാന്നറിയാം? നമ്മള് യാത്ര പുറപ്പെട്ട് നമ്മളോട് ചോദിക്കും എത്ര സമയത്ത് എത്താം എന്ന് ചോദിക്കും. ദീർഘമായ യാത്രയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വിളിക്കും. ചിലപ്പോൾ ഫ്രീയുള്ള സമയമാണെങ്കിൽ സംസാരിക്കാൻ വിളിക്കും. അവിടെ എത്തേണ്ട സമയമായി വിളിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം കരുതണം, എത്ര മണിക്ക് എത്താൻ അവർ വിളിക്കും. നമ്മൾ എത്തേണ്ട സമയമായിട്ടില്ലെങ്കിൽ അവർ വിളിക്കും. ഇത് സാധാരണ നമ്മളുടെ ഭാര്യമാരൊക്കെ നമ്മളെ വിളിക്കണതാണ്. ഫ്രീ ഉണ്ടെങ്കിൽ
അവരൊരു പക്ഷെ നമുക്ക് സംസാരിക്കണവരാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഉമ്മ നമ്മളെങ്ങനെ വിളിക്കുക? ഒരുപാട് തവണ വിളിക്കും. ഇവിടുന്ന് കോട്ടയത്തേക്ക് ഞാൻ പ്രസംഗത്തിന് പോയാൽ, ഞാൻ കോട്ടയം എന്ന് പറഞ്ഞ അനുഭവം ഉള്ളതുകൊണ്ട് പറയാം, കോട്ടയത്തിന്റെ ഈരാറ്റുപേട്ടയിൽ അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ വിഷയം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ 9 പ്രാവശ്യം കണ്ടിന്യൂ വിളിക്കേണ്ടായി. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് പലതവണ ഇങ്ങനെ മാറി വിളിക്കും. ഇവിടെ തൃശ്ശൂര് നമ്മുടെ കുന്നംകുളത്തൊരു കാറ്റ് വീശിയാൽ അപ്പോൾ വിളിക്കും, മഴ ഉണ്ടോ സൂക്ഷിച്ച് വരണം. ഇവിടെ ഇടിവെട്ടിയാൽ അപ്പോൾ വിളിക്കും. നിങ്ങൾക്കറിയാം, ഇതിന്റെ കുറച്ച് മുമ്പത്തെ ഞാൻ പ്രസംഗമൊക്കെ കണ്ടിന്യൂ പ്രസംഗം തുടങ്ങണ എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് പൊതുപ്രഭാഷണം ഇപ്പോൾ തുടർച്ചയായി സ്റ്റാർട്ട് ചെയ്തത്. അത് 2007 സമയങ്ങളിലൊക്കെ നമുക്കന്ന് കുന്തംകുളത്തുനിന്ന് പഴുന്നാനക്കൊന്ന് ഓട്ടോറിക്ഷ, റോഡ് മോശമായിട്ട് ഓട്ടോക്കാർ വരില്ല, 60 റുപ്യക്ക് 100 റുപ്യൊക്കെ മേടിക്കും. ചിലപ്പോൾ ചിലന്മാരാണെങ്കിൽ വണ്ടി എടുക്കൂല. ഞാൻ പേരൊന്നും പറയുന്നില്ല, കുറച്ച് മുസ്ലിം ഓട്ടോക്കാരുണ്ട്, അവര് ദേഷ്യം കൊണ്ട് കൊണ്ടാക്കി തരൂല. അന്ന് ഈ 1000 റുപ്യന്റെ നോട്ടുള്ള കാലത്തൊക്കെ നമ്മൾ നേരം വെളുക്കോളം കുന്നോളത്ത് ഇരുന്നിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ ചേഞ്ചും ഉണ്ടാവില്ല, ഉമ്മമാര് മാറ്റി തരൂല. പിന്നെ ചിലവരും അറിയണ ഒരു മസിലുള്ളവർ, ഇപ്പൊ മരത്തങ്കോട് പഴുന്നാന ഭാഗത്തുള്ള ഓട്ടോക്കാരുണ്ട്, അവിടെ അവരമ്മത്ത് നമ്മളെ കൊണ്ടാക്കി തരൂല്ല, ബാക്കിയുള്ളവരാണ് കൊണ്ടാക്കി തരല്. അപ്പോൾ എന്നും പിന്നെ നമുക്ക് പരിചയമുള്ളൊരു പയ്യണ്ടായിരുന്നു, ഒരു സുജിത്ത്, ഞാനിപ്പോഴും അവനെ ഓർത്ത് പോകുന്നുണ്ട്. അവനാണ് സ്ഥിരം കൊണ്ടാക്കണേ. അവനെ നമ്പർ വാങ്ങി അവനെ വിളിക്കും ഇവിടെ വരണ സമയത്തൊക്കെ. ഞാൻ പറഞ്ഞത് വെച്ചാല് അന്ന് നമ്മൾ ഇത്രയും യാത്ര കഴിഞ്ഞ് ഇവിടെ നിന്ന് എത്തി. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ യാത്ര പോയി ഞാൻ ഉറങ്ങാതിരുന്ന, ഈ KSRTC ബസ് വന്ന് ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഓട്ടോ എടുത്ത് പഴുന്നാനൊക്കെ പോയി ഞാൻ ഉറക്കൊഴിച്ചാൽ മതിയല്ലോ. പക്ഷെ ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ സമാനമായി ഉറക്കൊടുക്കുന്ന ഒരാളുണ്ടാവും, അതിൻ്റെ ഉമ്മയായിരിക്കും. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഉമ്മ ഉറങ്ങലുള്ളൂ. അതുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾ ഇവിടുന്ന് പഴുന്നാനിന്ന് താമസം മാറി പാവട്ടോടത്തേക്ക് മാറിയത്, റോഡ് സൈഡിലേക്ക് അസവായിൻ്റെ അവിടേക്ക് താമസം മാറിയത്. ഞാൻ പറയണെന്ന് വെച്ചാല് അങ്ങനൊക്കെ നമ്മളെ നിരന്തരം ഇങ്ങനെ സ്നേഹിക്കാൻ. അപ്പൊ നമ്മൾ മക്കൾക്കൊക്കെ ഒരു ഇടങ്ങറാണ്, ഉമ്മ ഇങ്ങനെ വിളിച്ച് അല്ലേ. പക്ഷെ ആ തലക്ക വിളിക്കാൻ ഒരാളില്ലാത്തൊരു സമയം വന്നാൽ, ആ തലക്ക് ആ നമ്പറിൽ ഒരു ഫോൺ റിങ് ചെയ്യാതിരുന്നാൽ നമ്മുടെ മനസ്സ് വേദനിക്കില്ലേ? നമ്മൾ വല്ലാതെ പ്രയാസപ്പെടില്ലേ? നമ്മൾ ആലോചിച്ചോക്കെ, നമുക്കിതൊന്നും പറഞ്ഞാലേ നമ്മുടെ തല, നമ്മൾ കേവലം ഒരു കഴിഞ്ഞ ഹജ്ജിന്റെ സീസണിൽ എന്നോട് വൈഫ് പറഞ്ഞെന്ന് വെച്ചാല്, ആ ഹജ്ജിന്റെ ടൈം നിങ്ങളുടെ കോൾ വരും, ഞാനെന്നൊരു ഓഫീസ് നമ്പറിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ചു, ഞാൻ അങ്ങനെയെങ്കിലും കോളൊന്നും ഞാൻ അടിക്കട്ടെ എന്ന് കരുതി. അപ്പൊ നിങ്ങളെ വിളിക്കണമെന്നൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അതായത് എപ്പോഴും നമ്മൾ ആലോചിച്ചൊക്കെ നമ്മുടെ ഉമ്മാന്റെ വിളി കാക്കുന്നുണ്ട്, ഉമ്മാന്റെ വിളി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുതലക്ക് ഉണ്ടാകുമ്പോ നമുക്കതൊരു വല്ലാത്ത, അതില്ലാതെ വന്നാൽ ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ ഓതി അടയാളം വെച്ചതും ഉമ്മാന്റെ കാലടിപ്പാടുകളും ഉറക്കമില്ലാതെ ഈർണണിപ്പിക്കുന്ന രാവുകൾ കടന്നു വരുമ്പോ, റബ്ബേ എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. മാധവിക്കുട്ടിയുടെ നെയ്പായസത്തില് ഒരു മാതാവ് എല്ലാം ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി, കരികലുണ്ടാക്കി, ഒരു പളുങ്ക് പാത്രത്തിൽ നെയ്പായസം ഉണ്ടാക്കി, വീട് വൃത്തിയാക്കുമ്പോ ചൂലിന്റെ താഴെ തളർന്നു വീണ് അവരുടെ ഭർത്താവ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞത്, മരണപ്പെട്ടിട്ട് ഒരുപാട് നേരമായി. അവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്ത് ആ പാത്രത്തിലെ നെയ്പായസം കുടിച്ചിട്ട് മക്കൾ പറയാൻ, അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്ത് രുചിയാലേ, ഇനി അമ്മ ഉണ്ടാക്കി തരാനില്ല, ആ മാതാവില്ല, ഉള്ളപ്പോ നമ്മുടെ വില അറിയണില്ല. നമ്മുടെ ആലച്ചിയൂർ ദാർ ഖുർആനിക്ക് രാത്രി 8:15 ഒരു ഫോൺ കോൾ വന്നു, ഒരു പിതാവിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ മകനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ, 4:30 മണിക്ക് സ്കൂൾ വിട്ട് 6ാം ക്ലാസ് പഠിക്കണ മോനെ വീട്ടിൽ ഓടി വന്നിട്ട് അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി കൊണ്ട് നേരെ ഉമ്മാന്റെ അടുക്ക പോയി വാപ്പാനെ ട്രോഫി കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് ആ കുട്ടി ട്രോഫി കൊണ്ട് ഓടിയത് നേരെ അടുക്കളയിലേക്കാണ്. 1.5 മാസങ്ങൾക്ക് മുമ്പ് ഉമ്മ മരിച്ചതിന്റെ ഓർമ്മയില്ലാതെ ആ കുട്ടി ഓടിപ്പോയ കുട്ടി ആ ഷോക്കിൽ തിരിച്ച് വാപ്പാന്റെ അടുക്ക കരഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ട്രോഫി എനിക്ക് ഉമ്മാനൊന്ന് കാണിച്ചു കൊടുക്കണം. സഹായനായ പിതാവ് പലതും പറഞ്ഞു നോക്കി, നടന്നില്ല. അവസാനം പറഞ്ഞു, എനിക്ക് ഉമ്മാന്റെ ഖബറിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാനെങ്കിൽ നിങ്ങൾ അനുവാദം തരണം. രാത്രി 8:15 അദ്ദേഹം എന്നിട്ട് ആലത്തിയൂർക്ക് ഫോൺ ചെയ്തു. നമ്മുടെ സുഹൃത്ത് ഹാരിസ് കായക്കൊടിയാണ് അങ്ങോട്ട് പോയി സംസാരിച്ച്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ, നമ്മൾ പല ഫാമിലി മാറ്റേഴ്സിൽ നമ്മൾ ഇരിക്കലുണ്ട്. ഇന്ന് സത്യത്തിൽ ആ 10 വയസ്സുകാരന്റെ മുമ്പിൽ ഞാനിന്ന് പരാജയപ്പെട്ടു എന്നാണ്. അത്രമേൽ നമ്മൾ ഈ വലിപ്പൊന്നും വേണ്ട. ഒരു ഉമ്മാന്റെ ഡയറി കുറിപ്പിൽ അവർ പറയുന്നുണ്ട്, 1999
അവർ പറയാണ്, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ഒരാണ് കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മകൻ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. അന്ന് നാട്ടുകാർ അവനെ കൊണ്ടുപോയി മറവ് ചെയ്തു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു, നല്ല മഴയുള്ള ദിവസമായിരുന്നു. അവൻ്റെ കൂടെ പോയി കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. ജീവിതത്തിൽ 5 മിനിറ്റ് മാത്രം കണ്ടിട്ടുള്ള ഒരു മോൻ്റെ കൂടെ പോയി കിടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. ഇത്രയും കാലം നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, അവരെത്ര നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മേൽ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരില്ലാത്ത അവസ്ഥ വന്നാൽ നമ്മൾ അറിയും. അവരെ വേദനിപ്പിക്കല്ലേ. ഇനി പുതിയ തലമുറയുടെ മക്കളോട് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. നമ്മൾക്ക് സാധാരണ ഈ പ്രണയബന്ധങ്ങളിലൊക്കെ അകപ്പെടുന്ന മക്കളുണ്ട്. എന്നിട്ട് അവസാനം പറയും, എനിക്ക് അവൻ്റെ സ്നേഹം നല്ലത്, അവൻ എന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. നിങ്ങൾ വലുതായപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോഴോ ശരീരം കണ്ടപ്പോഴോ തോന്നിയ ഒരു ഇഷ്ടമല്ലേ? 18 വയസ്സ് വരെ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചവർ, സംരക്ഷിച്ചവർ, പോറ്റിയവർ, അതൊന്നും നിസ്സാരമില്ല. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും വീട്ടിൽ പറയും, ഞങ്ങളൊക്കെ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ അല്ലെങ്കിൽ വൈഫോ പാട്ട് പാടാൻ പറയും. ഞാൻ ചിലപ്പോൾ പാട്ട് പാടും, നല്ല അവസ്ഥയാണെങ്കിൽ പാട്ട് പാടും. അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് ഞാനപ്പോൾ പറയും, എൻ്റെ പാട്ട് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഭാര്യക്കുമ്മക്ക് ഇഷ്ടപ്പെടുമല്ലോ. നമ്മൾ പല സോങ്ങുകളൊക്കെ സാധാരണ പാടലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പോയിട്ട് പാട്ട് പാടിയാൽ ഇന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. കാരണം എന്തുകൊണ്ടെന്നറിയോ? വൈഫ് ചൂടാവും. നിങ്ങൾ എന്നുള്ള സൗണ്ട് വന്നിട്ട് മക്കളൊന്നും ഉറങ്ങണില്ല. കാരണം അവര് രണ്ടുപേരൊന്നും ഉറങ്ങിക്കിട്ടണം. കാരണം ഉമ്മാക്ക് ഇപ്പം നമ്മളെക്കാളും വലുത് അവർക്ക് ആ മക്കളെന്നുള്ള സ്നേഹം. അവരൊന്ന്, ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് എനിക്ക് എൻ്റെ സൗണ്ട് ഭയങ്കര ആകർഷണീയമായിരുന്നു, ഭയങ്കര കൂറ്റായിരുന്നു അല്ലേ? അതെന്താണെങ്കിലും ശരി, മക്കൾ ഉറങ്ങുക എന്നുള്ളത് അവരുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അത്രമേൽ അവരെ കരുതി വെക്കുന്നുണ്ട് അവരുടെ മക്കളെ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ വലിയ അനുഭവങ്ങളും എന്നെക്കാളും സീനിയേഴ്സ് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇതിനേക്കാൾ അള്ളാഹു മരണപ്പെട്ടു പോയി നമ്മളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞ മക്കളെ, ഇന്നലെ കണ്ട ഒരുത്തവൻ്റെ സ്നേഹമാണ് ശരി, എനിക്ക് അവനെ മതി എന്നൊക്കെ പറയണ മക്കളോട് ഒരു പക്ഷെ നമ്മുടെ ഉമ്മാരില്ലേ, വീട്ടിൽ നിന്ന് ബാപ്പല്ലാണ്ട് പുറത്തിറങ്ങാത്തവരുണ്ടാവും, ആങ്ങളാരില്ലാണ്ട് പുറത്തിറങ്ങാത്തവർ, അല്ലെ മൂത്ത ആമക്കളെയും കൊണ്ടായിരിക്കും അവരൊക്കെ പുറത്തൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ പോയി ശീലമൊന്നും ഉണ്ടാവില്ല. ആ ഉമ്മാര് എവിടേക്ക് വരെ എത്താന്നറിയോ? പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ വരെ വരാ. മക്കള് പറയാ, ഈ കാമുകനെ മതി. എന്നിട്ട് ഉമ്മ വന്നിട്ട് പോകല്ല മോളെ എന്ന് പറഞ്ഞ് കരയാൻ. മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയക്കാരും വീഡിയോ എടുക്കാണ്. പോലീസ് സ്റ്റേഷന്റെ സിമന്റ് തറയില് നിലത്ത് കിടന്ന് മകളുടെ കാല് പിടിച്ചിട്ട് ഉമ്മ പറയാ, പോകല്ല മോളെ എന്ന് പറയുമ്പോ, എനിക്ക് ഇവനെ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ ആ മകളുടെ കൈ പിടിച്ച്, ആ സ്ത്രീയുടെ കൈ പിടിച്ച് തന്റെ തോളത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് വാപ്പ പറയാ, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുന്ന വീഡിയോ ഇന്നും യൂട്യൂബുകളിലൂടെ കാണുമ്പോ അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അതൊരു പക്ഷെ തലശ്ശേരിയിലാണെങ്കിൽ മക്കളെ മുഖമറിയാതെ, ശബ്ദമറിയാതെ, ഭാവമറിയാതെ സ്നേഹിച്ചവരെ, ജീവൻ നിന്ന് സ്നേഹിച്ചവരെ, മക്കളുടെ കരച്ചിൽ ഒരു നിമിഷം കേട്ടില്ല എന്ന് പറഞ്ഞ് പടക്കുന്ന മനസ്സോടെ ലാബർ റൂമിലെ കഴിഞ്ഞവരെ, ജീവൻ പണയം വെച്ച് മരണത്തോട് മല്ലിടിച്ച് ജന്മം തന്നവരെ, ഒരു ഭക്ഷണം അനധികൃതമായി ഉള്ളിലേക്ക് പോയ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിപ്പിടിച്ച് കിടന്നവരെ, രാത്രികളെ ഉറക്കമില്ലാതെ പകലുകളാക്കി മാറ്റിയവരെ, വിശ്രമമില്ലാതെ ജീവിതങ്ങളെ മാറ്റിവെച്ചവരെ, അവരുടെ സ്നേഹം ഒന്നും കാണാതെ ഇന്നലെ കണ്ടവന്റെ സ്നേഹമാണ് വലുതെന്ന് പറഞ്ഞാലേ, വാപ്പിയൊന്നും കുഴപ്പമില്ല, നീ പോരെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിവരയിട്ട് വെച്ചോ, ജീവിതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ആ മനുഷ്യൻ സ്നേഹമില്ലാത്തവനാണ്. അവൻ സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ആ വാക്കുപയോഗിക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ മനസ്സിലാക്കി അവരോടുള്ള സ്നേഹത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ അവരനുകൂലമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ കൊണ്ട് കഴിയാവുന്ന നന്മകൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറ്റാവുന്നതൊക്കെ ചെയ്യാൻ. ഇവിടെ പറഞ്ഞവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി എന്തൊക്കെ മുത്തുനബി ചെയ്യാൻ പറ്റുന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ. അതുപോലെ തന്നെ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ പറ്റുമോ അത് ചെയ്യാം. ഏറ്റവും പ്രധാനം പ്രാർത്ഥന ഇസ്തിഗ്ഫാർ വലദിക്കലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. ആ ദുആകള് ഇടതടവില്ലാതെ റബ്ബി ഗഫ്ർലി വലി, പ്രാർത്ഥനയുടെ രൂപം അങ്ങനെ ആദ്യം സ്വാർത്ഥ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പിന്നെ ലോകീകരായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥന നിബിഡമായ ഒരു ജീവിതം
ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രായം വന്നാലാണ് ഏറ്റവും നന്നായി പരിചരിക്കേണ്ട 17 സൂറത്ത് ഇസ്രാ 23 ആയത്ത് ചേർന്ന് പോലും പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ. ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച പോലെ അവരോട് കരുണ കാണിക്കണേ. ഒരു മടക്കി പിടിച്ച കൈകളുമായി കരയാൻ മാത്രം അറിയുന്ന രൂപത്തിൽ ഭൂമിലോകത്തേക്ക് പെറ്റുവീണ നമ്മളോട് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ചത് അവരാണ്. അതുപോലെ റബ്ബേ, അവരോട് കരുണ കാണിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കാൻ. ഞാൻ എത്ര ഉയർത്തിൽ പറഞ്ഞാലും താഴേണ്ടത് ആരുടെ മുമ്പിലാണ്? മാതാപിതാക്കളുടെ മുമ്പിലാണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം, ആ മാതാപിതാക്കൾക്ക് മുകളിലാണ് ആര്? അള്ളാനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ വേറെ ആരെയും നമ്മൾ അനുസരിച്ച് പോകരുത്. എന്നിരുന്നാൽ പോലും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഭൗതികമായി അവരോട് നന്മ ചെയ്യാം. എത്രത്തോളം ഇസ്ലാം പറഞ്ഞെന്നറിയോ? അനന്തര സ്വത്തെടുക്കുമ്പോൾ 2 മതവിഭാഗങ്ങൾക്കിടയിൽ അനന്തരം എടുക്കാൻ പാടില്ല. 2 മതങ്ങൾ തമ്മിൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, ഒരു മകൻ ഇസ്ലാം സ്വീകരിച്ചു വിചാരിച്ചു, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയ ആള് ഇസ്ലാം സ്വീകരിച്ചാൽ അയാളുടെ സ്വത്തിൽ അയാളുടെ അച്ഛനോ അമ്മക്കോ എന്തില്ല, അവകാശമില്ല. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ ഇസ്ലാം പറയാണ് കുത്തിബ അലൈക്കുമുൽ വസിയ്യ, നിങ്ങൾക്ക് വസിയ്യത്ത് നിർബന്ധമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഹൈന്ദവനായ ക്രൈസ്തവരായ അച്ഛനമ്മമാർക്ക് വേണ്ടി സ്വത്ത് വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമാണെന്നാണ്. അത്ര വലിയ സ്ഥാനമുണ്ട്. ഇനി അള്ളാനെ ധിക്കരിക്കാൻ പറഞ്ഞ വിഷയത്തിൽ അനുസരിക്കില്ലെങ്കിലും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൻ്റെ കാര്യത്തിലെ ഏറ്റവും മാന്യമായി അവരോട് പെരുമാറണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നാളെ സ്വർഗത്തിൽ കുടുംബത്തോട് ഒരുമിച്ച് ചേരാൻ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അള്ളാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.